താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ബാൻഡിനും ഡാൻസ് ടീമിനും ഒരു വലിയ കൈയ്യടി കൊടുക്കല്ലേ. താങ്ക് യു. എന്താണ് ചെയ്യേണ്ടത്? അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രോസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറയുന്ന ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസിന്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ അത് വെരി ബ്യൂട്ടിഫുൾ അമല പോൾ. താങ്ക് യു സോ മച്ച്. ഞാൻ അമലെ ഒരുപാട് ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി എല്ലാം പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. അതിന്റെ സിനിമയുടെ ജോണർ എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടിക്കി ടക്ക സിനിമ ഷൂട്ടിങ്ങിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് 3 months ഞാൻ ബെറ്റർഡനായിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്നത് ഒരു 8 months to 1 year ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും. ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. താങ്ക് യു. ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് ട്യൂണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യന ജോൺസ്, സ്റ്റാർ വാർസ് അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊട്ടും പരിചിതമായ ഒരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു. പല സമയത്തും സാൻഡ് സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ റിലീസ് ആവുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദി. ഐ ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ഒരു ബാക്കപ്പും ഇല്ലാതെ, സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. ഈ സ്ക്രിപ്റ്റിനോടൊക്കെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താ? എന്താ പേര്? സൈന സിജോ. ഓക്കെ. ഈ ക്യാരക്ടറിനോടും സ്ക്രിപ്റ്റിനോടും അട്രാക്ഷൻ തോന്നാനുള്ള കാരണം ക്യാരക്ടർ ഏകദേശം എന്റെ പോലത്തെ ഒരു വട്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെ എന്നെക്കാളും വട്ടമുള്ളവരാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വെറൈറ്റി സ്റ്റോറിയൊക്കെ ആഗ്രഹിച്ച് ഇരുന്നപ്പോൾ വന്ന ഒരു കഥയാണിത്. പിന്നെ ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ്, ഇതിൻ്റെ മേക്കിംഗ്, ഇതിൽ ലൈറ്റ് സൗണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. മാമിനോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ കോളേജ് ലൈഫ് ഇവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാമിൻ്റെ കോളേജ് ലൈഫിലെ മെമ്മറീസോ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാം. ഷോ, ഞാൻ ആക്ച്വലി തെരേസ്യനാണ്. ഐ സ്റ്റഡിഡ് ഇൻ സെന്റ് ട്രീസാസ്. ഓക്കെ. സോ എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ തെരേസാസിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോഡലിങ്ങും ഷോസും പിന്നെ എൻ്റെ ഫിലിം കരിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങി. ഒരു i20 വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അത് ഒരു ദിവസം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്തിട്ട് അറിയാമല്ലോ, ഓൾ ദീസ് തിങ്സ് ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാറിൻ്റെ സ്ഥലത്തല്ല കാറ് കിടക്കുന്നത്. കാർ അവിടെ കാണുന്നില്ല. പിന്നെ കുറേ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെയോ വേറെ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നു. അത് ടോ ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയെന്ന് മനസ്സിലായി. എന്നിട്ട് കാറിൻ്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത്, സ്കൂൾ ബസ്സിൻ്റെ പുറകിലായിരുന്നു ഞാൻ കാറ് പാർക്ക് ചെയ്തിരുന്നത്. 3 മണിക്ക് സ്കൂൾ ബസ്സിൽ പിള്ളേർക്ക് വീട്ടിൽ പോകണമല്ലോ.
വീട്ടിൽ നിന്ന് ഫുൾ കോള് വരാൻ തുടങ്ങി. ലാസ്റ്റ് പോലീസ് വന്നു, വണ്ടി മാറ്റിയിട്ടു. അതോടെ എന്നെ കുറച്ച് നാളത്തേക്ക് മോളിന് കുറച്ച് നാൾ വീട്ടിലിരുന്നിട്ട് വന്നായെന്ന് പറഞ്ഞ് ടാറ്റവേ പറഞ്ഞു വിട്ടു. സോ മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം തെരേസാസിൽ ഒരു വേറെ പാർക്കിംഗ് തന്നെ അവരുണ്ടാക്കി. ഇനി വേല സ്റ്റുഡൻസ് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരരുതെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി ഞാനും ആസിഫും ഒരു 10 years മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞങ്ങളൊരു ഡെക്കേഡിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുന്നത്. ആസിഫ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് co-star and he's a dear friend also because he is somebody I can relate to. ഒരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിട്ടോ, he's a great actor but at the same time he's a very beautiful human being and ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഞങ്ങൾ ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്തപ്പോൾ there were times when I was feeling very tired and exhausted, but he was motivating me, so I'll always remember that. And of course thank you guys, thank you so much. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ആലോചിച്ച് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു വന്ന് കുറേ തമാശകളൊക്കെ പഠിച്ചിട്ട് വരാൻ വന്ന് കുറേ തമാശ പറയുമ്പോൾ സെറ്റ് ആവും, പക്ഷെ അത് എനിക്ക് വർക്കൗട്ട് ആവില്ല. അപ്പം ഞാൻ ആലോചിച്ചു നമ്മൾ ആക്ച്വലി ഈ ഞാൻ നിങ്ങളുടെ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഡയറി എഴുതുമായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡയറി എനിക്ക് കുറച്ചാൾ മുന്നേ കിട്ടി. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ആ ഒരു ജേർണി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇതേ കോളേജിൽ ഇതേപോലെ ഒരു സ്റ്റേജിൽ വന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ, അത് വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന മോഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ, അതിൽ സാധാരണ ഒരു സിനിമയുടെ മോഷൻ പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഹീറോ ഹീറോയിൻ ക്രൂ സെലിബ്രിറ്റീസ് അവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി ആ മോഷൻ പോസ്റ്റർ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് സെൻറ്റ് ആൽബർട്ട്സിലെ 4000 പിള്ളേരായിരിക്കും. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ സാർ, എനിക്ക് ഈ സിനിമയിലെ എല്ലാ സീൻസും ഫേവറേറ്റ്സ് ആണ്, ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ്. അങ്ങനെ ഒരു ഫേവറേറ്റ് സീനായിട്ട് പിക്ക് ചെയ്യാനില്ല. ആ ഫേവറേറ്റ് സീൻസ് ഏതാണെന്ന് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീൻസ് ഏതാണ്, എന്തുകൊണ്ടാണെന്ന്. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഇനി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ വേണം ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ പ്രൊമോഷൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ്.